എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനോടൊപ്പം വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇന്ന് ഒരു ദിവസത്തെ മുഴുവൻ വാർത്തകളും പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അടുത്ത ഒരു മണിക്കൂർ നേരം. അപ്പൊ എല്ലാ പ്രേക്ഷകരും വരിക, നമ്മോടൊപ്പം ചേരുക. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാർത്താ തലക്കെട്ടുകളിലൂടെ യാത്ര. Top headline for the day. You are watching 24 from News Headquarters, Kochi. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ചരക്ക് നീക്ക ട്രയൽ റണ്ണിന് ഔദ്യോഗിക തുടക്കം. ഇന്ത്യ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചെന്ന് മുഖ്യമന്ത്രി. 2028ഓടെ സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നും പിണറായി വിജയൻ. CPIM ഓന്തിനെ പോലെ നിറം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച് സ്പീക്കർ AN ഷംസീർ. ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. സംസ്ഥാനത്ത് 11 പനിമരണം കൂടി. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാൾ മരിച്ചു. പനി ബാധിച്ച ചികിത്സയിൽ തേടിയത് 12,204 പേർ. തിരുവനന്തപുരത്ത് 4 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. 4 പേരും നെയ്യാറ്റിൻകര കെയർ ഹോമിലെ അന്തേവാസികൾ. സംസ്ഥാനത്ത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകുന്നു. വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കോന്നി കോക്കാത്തോട്ടിൽ കനത്ത മഴയിൽ വനത്തിൽ കുടുങ്ങിയ വനംവകുപ്പ് ജീവനക്കാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിൽ പ്രളയക്കെടുതിയിൽ 2 ബസ്സുകൾ ഒലിച്ചുപോയി. ഒഴുക്കിൽപ്പെട്ട 63 പേരിൽ ഇന്ത്യക്കാരുണ്ടെന്ന് സൂചന. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ED അന്വേഷണം. നിക്ഷേപം സ്വീകരിച്ച് വകമാറ്റി ഉപയോഗിക്കുന്നുണ്ടോ എന്ന പരിശോധന. കേസെടുത്തിട്ടില്ലെന്നും പ്രാഥമിക പരിശോധനയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സാധാരണ നടപടിയെന്നും കൃത്യമായ വിശദീകരണം നൽകിയെന്നും ബോബി ചെമ്മണ്ണൂർ. പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചവരിൽ വധശ്രമ കേസ് പ്രതിയും. CPIMലെത്തിയവരിൽ SFI പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 4ാം പ്രതി സുധീഷ്. രാഷ്ട്രീയ കേസുകളിൽ ഉൾപ്പെട്ടവർ പാർട്ടിയിലേക്ക് വരുന്നതിൽ തെറ്റില്ലെന്ന CPIM ഏരിയ സെക്രട്ടറി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തുവെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി BJP വിട്ട് CPIMലെത്തിയ യദു കൃഷ്ണൻ. കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് വീണ ജോർജ്. അടിയന്തരാവസ്ഥ രാഷ്ട്രീയ ആയുധമാക്കി കേന്ദ്ര സർക്കാർ. എല്ലാ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കാൻ തീരുമാനം. അടിയന്തരാവസ്ഥയുടെ വേദനകൾ അനുസ്മരിക്കാനെന്ന് അമിത്ഷാ. പ്രതിഷേധമുയർത്തി കോൺഗ്രസ്. ജൂൺ 4 മോദി മുക്ത ദിവസമായി ആചരിക്കുമെന്ന് തിരിച്ചടിച്ച് ജയറാം രമേശ്. പ്രധാനമന്ത്രിക്ക് ജനാധിപത്യം ഡെമോക്രസി എന്നും പരിഹാസം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള അറസ്റ്റ് പരിശോധിക്കാൻ കേസ് വിശാല ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. CBI അറസ്റ്റ് ചെയ്തതിനാൽ കെജ്രിവാളിന് പുറത്തിറങ്ങാനാവില്ല. കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടി. പരിശീലനത്തിനെത്തിയ പെൺകുട്ടികളെ പീഡിപ്പിച്ച കോച്ച് M മനുവിനെ തിരിച്ചെടുത്തതിൽ വീഴ്ച സമ്മതിച്ചു KCA. പരാതിയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചില്ലെന്ന് കുറ്റസമ്മതം. പരിശീലകനെ തിരിച്ചെടുത്തത് ചില രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം. തുടർ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഉറപ്പു നൽകി ക്രിക്കറ്റ് അസോസിയേഷൻ. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ഹൈക്കോടതിയിൽ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരി മൊഴി മാറ്റിയിട്ടും നടപടികളുമായി പോലീസ് മുന്നോട്ട്. യുവതിയുടെ ഭർത്താവ് രാഹുൽ ഉൾപ്പെടെ 5 പേരെ പ്രതികളാക്കി കുറ്റപത്രം. കൊലപാതകം, സ്ത്രീധന പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തി. വേങ്ങരയിലെ ഗാർഹിക പീഡനത്തിന് ഇരയായ നവവധുവിന്റെ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് യുവതി.
ഉദ്യോഗസ്ഥർ അനധികൃതമായി സർക്കാർ എംബ്ലവും ബീക്കൺ ലൈറ്റും ഉപയോഗിക്കുന്നതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് വിശദീകരണം തേടി ഹൈക്കോടതി. വാഹനങ്ങളിലെ പതാകയും ലൈറ്റുകളും ആഡംബര പ്രദർശനമെന്ന് കോടതി. ഏത് നിയമമാണ് ഇതിന് അധികാരം നൽകുന്നതെന്നും ചോദ്യം. നിയമങ്ങൾ കാറ്റിൽ പറത്തി വയനാട് മേപ്പാടി നെടുമ്പാല റോഡിൽ ഫോട്ടോഷൂട്ട് നടത്താൻ യുവാക്കളുടെ സാഹസിക യാത്ര. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പ് സ്റ്റോറീസ് എന്താണെന്ന് നോക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ തന്നെ പറഞ്ഞതാണ്, ഇന്ന് വിഴിഞ്ഞത്ത് ഒരു വലിയ വികസനത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പം അതുവഴി ഒരുപാട് പുതിയ കച്ചവട സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. അപ്പോൾ ഇന്ന് വിഴിഞ്ഞത്ത് നടന്ന ആ ഔദ്യോഗിക എന്താണ് പറയുക ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങ്, അതിന്റെ റിപ്പോർട്ടിലേക്കാണ് വിശദമായി നമ്മൾ കടക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചരക്ക് നീക്കത്തിന് ഔദ്യോഗിക തുടക്കം. തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഔപചാരിക സ്വീകരണം നൽകി. 2028 സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാണാം ഇന്നത്തെ ടോപ്പ് സ്റ്റോറി. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പാണ് അവസാനിച്ചത്. 2015 നിർമ്മാണം ആരംഭിച്ച് 9 വർഷം കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കിയാണ് ചരക്ക് നീക്കത്തിന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്തിയതിന്റെ ആഘോഷ സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ബലൂണുകൾ പറത്തുന്ന ആ ആഘോഷ നിമിഷമാണ് നമ്മൾ. രാജ്യത്തെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന പ്രത്യേകതയുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്. 3 മാസം നീളുന്ന ട്രയൽ റണ്ണാണെങ്കിലും ഓപ്പറേഷൻ ആരംഭിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 17 കൊല്ലം മുൻപേ തന്നെ ഇതിനെ സമ്പൂർണ്ണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ ഉള്ള കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ്. കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കി സാൻ ഫെർണാണ്ടോ ഇന്ന് തന്നെ മടങ്ങുമെന്നാണ് നേരത്തെ തുറമുഖ അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ ഓരോ ക്രെയിനുകളും സമയമെടുത്ത് പരിശോധിച്ചാണ് കണ്ടെയ്നറുകൾ ഇറക്കുന്നത്. കപ്പലിന്റെ മടക്കം ചിലപ്പോൾ ഞായറാഴ്ചത്തേക്ക് നീണ്ടേക്കും. മദർഷിപ്പ് തുറമുഖം വിട്ടാൽ 2 ഫീഡർ കപ്പലുകൾ ചരക്കെടുക്കാനെത്തും. MSCയുടെ 400 മീറ്റർ നീളമുള്ള കൂറ്റൻ മദർഷിപ്പ് അടുത്തയാഴ്ചകളിൽ വിഴിഞ്ഞത്തെത്തും. വിഴിഞ്ഞം തുറമുഖം മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ്. മദർഷിപ്പുകൾക്ക് യഥേഷ്ടം വിഴിഞ്ഞത്തേക്ക് എത്താൻ കഴിയുമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. 2028 ഈ തുറമുഖം പൂർണ്ണ സജ്ജമാവുകയും ചെയ്യും. അതിനുള്ള തുടക്കമാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത്. ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, ടീം 24. ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ നമുക്കും ഏറെ അഭിമാനമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് പറയുക, ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരിലും ഉണ്ട്. പക്ഷേ പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങെങ്കിലും ഇന്നും ഈ ചടങ്ങിൽ, ഉദ്ഘാടന ചടങ്ങിൽ പോലും ഈ വിവാദത്തിന്റെ ചില ലാഞ്ചനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല രീതിയിൽ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇരു വിഭാഗങ്ങൾ രംഗത്ത് വരുന്നു. അതൊക്കെ ചെറിയ രീതിയിൽ എങ്കിലും ഈ ഉദ്ഘാടന ചടങ്ങിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. അപ്പം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതെ, വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷത്തിന് വേണ്ടി സ്ഥലം MLAയും ചടങ്ങിൽ ഉന്നയിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിച്ചതും മൻമോഹൻ സിംഗ് സർക്കാരിനെ വിമർശിച്ചതും ശ്രദ്ധേയമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് രാവിലെ 10:30 എത്തിയ മുഖ്യമന്ത്രി കണ്ടെയ്നർ ബർത്തിൽ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വീകരണം നൽകി. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ, തുറമുഖ അധികൃതർ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 11 മണിയോടെ ആരംഭിച്ച ഔദ്യോഗിക ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രയൽ റണ്ണിന് തുടക്കം കുറിച്ചു. വിഴിഞ്ഞത്തെ വികസനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചതിൽ വിമർശനമുയർത്തി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇടപെടലുകളെക്കുറിച്ച് പരാമർശം ഉണ്ടായില്ല. മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു. ആ സർക്കാർ അതിന് അനുമതി നിഷേധിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അഭിനന്ദിച്ചു. I would like to congratulate the government of Kerala for its initiative and leadership in setting up of a new benchmark in the country's maritime sector by creating a new greenfield world-class port in the country. തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾ കോവളം MLA M വിൻസെന്റ് എടുത്തു പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് കൂടി പരിപാടിയിൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്ന് M വിൻസെന്റ്. ഇന്നത്തെ ഈ വേദിയിൽ
കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന് 30 വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരമെന്ന് കരടദാനി. I extend my deep gratitude on behalf of the Adani Group and on my own behalf to you, Honorable Chief Minister Shri Pinarayi Vijayan ji. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വിഴിഞ്ഞം നിവാസികളും അതിഥികളായി. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ തുടരുക തന്നെ ചെയ്യും. വിഴിഞ്ഞം അതിന്റെ വികസന യാത്ര തുടരുകയാണ്. ട്രയൽ റണ്ണിന് ആരംഭം. ഇനി കപ്പലുകളുടെ കാലം. VS മനീഷിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. അപ്പൊ എന്തായാലും ആ രീതിയിൽ ഒരു വലിയ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഇപ്പോഴൊന്നും അവസാനിക്കുന്നു തോന്നുന്നില്ല. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി. UDF-ഉം LDF-ഉം അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നു. അത് എന്താണ് പറയുക, പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാത്തത് മോശമായി പോയെന്ന അഭിപ്രായം UDF-ന്റെ ഭാഗത്തുണ്ടാവുന്നു. പക്ഷേ ഇതൊരു ട്രയൽ റൺ ആണ്. തുറമുഖം കമ്മീഷൻ ചെയ്യുമ്പോൾ എല്ലാ പാർട്ടിക്കാരെയും വിളിക്കും, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെയും വിളിക്കുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്തായാലും 9,600 കോടിയുടെ സ്വകാര്യ നിക്ഷേപമാണ് കേരളത്തിലെത്താൻ പോകുന്നത്. 2028ഓടെ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടുകൂടി വലിയ പ്രതീക്ഷകളാണ് കേരളത്തിനുള്ളത്. ഒപ്പം തന്നെ രാജ്യത്തിനും എന്തായാലും NH-ന്റെ പണി ഇങ്ങനെ വളരെ വേഗം നടക്കുന്നുണ്ട്. അപ്പം വിഴിഞ്ഞത്ത് നിന്നുള്ള കണ്ടെയ്നർ അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഇത്തരത്തിലുള്ള അവകാശവാദവുമായി രംഗത്ത് വരുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്പീക്കർ AN ഷംസീറിന്റെ FB പോസ്റ്റാണ്. ഈ പദ്ധതിയെക്കുറിച്ച് സ്പീക്കർ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എന്താണ് പറയുക, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അത് എത്രമാത്രം മുതൽക്കൂട്ടായി പദ്ധതിക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞു വരുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്ന് സ്പീക്കർ കൃത്യമായി ആ FB പോസ്റ്റിൽ മുഖ്യമന്ത്രി മറന്നെങ്കിലും സ്പീക്കർ മറന്നില്ല. അപ്പം അതൊക്കെ ഒരു രാഷ്ട്രീയ കൗതുകമായിട്ട് ഇന്ന് മാറുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. അതിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. വീണ്ടും ഗവർണറോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് സർക്കാർ എന്ന വാർത്ത വരുന്നു. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന് ഗവർണറെ മറികടന്ന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. ഗവർണർ ഇനിയും അംഗീകാരം നൽകാത്ത ബില്ലിലെ വ്യവസ്ഥയനുസരിച്ചാണ് 5-അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, ഗവർണർ ഇനിയും അംഗീകാരം നൽകാത്ത ആ ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രവിധ, ഇത് സംബന്ധിച്ച് ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ പോലും ഇത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായും സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ഒരു നിയമം അല്ലെങ്കിൽ ഒരു ബില്ല്, ഈ ബില്ലിൽ ഗവർണർ ഇത്രയും നാളായിട്ട് ഒപ്പിട്ടിട്ടില്ല. സ്വാഭാവികമായും അതിനെതിരെ രാഷ്ട്രപതിയെ സമീപിക്കുന്നു, പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ ഗവർണറെ മറികടന്നുകൊണ്ട് സർക്കാർ ഒരു പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. കേരള സാങ്കേതിക സർവകലാശാലയിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഗവർണർ ഒപ്പുവെക്കാത്ത ബിൽ അനുസരിച്ച് തന്നെയാണ് ഈ സെർച്ച് കമ്മിറ്റി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ സെർച്ച് കമ്മിറ്റി പുതിയ നിർദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ബില്ലനുസരിച്ച് 5 അംഗങ്ങളുണ്ട്. UGC പ്രതിനിധിയും കൂടി ഈ കമ്മിറ്റിയിലുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ഇത് ഗവർണറുടെ ഉത്തരവിൽ നിന്നാണ് ഈ UGC പ്രതിനിധിയെ കണ്ടെത്തിയത്. സർവകലാശാലകളിൽ സെനറ്റ് നോമിനികൾ ഇല്ലാതെ ഗവർണർ കഴിഞ്ഞ ദിവസം മറ്റ് സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് തിരിച്ചടി എന്നോണം ഇപ്പോൾ സംസ്ഥാന സർക്കാർ KTU-വിൽ പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് നിയമക്കുരുക്കിലേക്ക് പോകും എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായും ചാൻസലർ കൂടിയായ ഗവർണർക്ക് വേണമെങ്കിൽ ഇതിനെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അങ്ങനെ വന്നാൽ KTU VC നിയമനം വീണ്ടും ഒരു നിയമപ്രശ്നമായി മാറും. സ്വാഭാവികമായും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് ഇത് മാറുകയും ചെയ്യും. നേരത്തെ തന്നെ സർവകലാശാലകളിൽ ഇത്തരത്തിൽ സെനറ്റ് നോമിനികൾ ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. സർക്കാരിന്റെ വലിയ തരത്തിലുള്ള എതിർപ്പിന് ഇത് കാരണവുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആണ് സർക്കാർ ഇപ്പോൾ ഒരു തിരിച്ചടി എന്നുള്ള നിലയിൽ സാങ്കേതിക സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. വ്യക്തമാണ് ഗിരീഷ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ് 5 യൂണിവേഴ്സിറ്റികളിലാണ് സെർച്ച് കമ്മിറ്റി ഗവർണർ നേരിട്ട് പുറത്തിറക്കിയത്. ആ ഉത്തരവ് പുറത്തിറക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയുന്നുള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KTU-ൽ ഒരു സെർച്ച് കമ്മിറ്റി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത്. അങ്ങനെ ഗവർണർ സർക്കാർ പോര് മറ്റൊരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇത് നിയമക്കുരുക്കിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ VA ഗിരീഷ് നൽകിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അതെ, നമുക്കിനി വീണ്ടും നമ്മുടെ സെഗ്മെന്റ്സിലേക്ക് മടങ്ങി വന്നാൽ നമുക്കിനി ശുഭവാർത്ത കാണാനുള്ള സമയമാണ്. കുറച്ചധികം രാഷ്ട്രീയ വാർത്തകളും ഒപ്പം മറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തകളും ഒക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇനി ഒരു ശുഭവാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. യെസ്, അപ്പോൾ സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൽ റഹീമിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ റഹീമിന്റെ മോചനം ഉടൻ ഉണ്ടാകുമെന്ന വാർത്ത ഇന്ന് പുറത്തു വന്നു. വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് കോടതി ഗവർണറേറ്റിനും അവിടെ പബ്ലിക് പ്രോസിക്യൂഷനും കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. മോചനത്തിന് ശേഷം അബ്ദുൽ റഹീം നാട്ടിലേക്ക് തിരിക്കും. മോചനദ്രവ്യമായ 15 മില്യൺ റിയാൽ സൗദി കുടുംബത്തിന് കൈമാറിയ ശേഷം റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വേഗം കൂടി. അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയ കോടതി വിധിയുടെ പകർപ്പ് കോടതി ഗവർണറേറ്റിന് കൈമാറി. അബ്ദുറഹീമിന്റെ പേരിൽ മറ്റെന്തെങ്കിലും കേസുകളുണ്ടോ എന്ന് ഇനി പബ്ലിക് പ്രോസിക്യൂഷൻ പരിശോധിക്കും. ഇല്ല എന്ന് വ്യക്തമായാൽ ഇതു സംബന്ധമായ രേഖകൾ പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറും. ശേഷം ഇരു വിഭാഗങ്ങളുടെയും അഭിഭാഷകരുമായുള്ള സിറ്റിംഗ് വീണ്ടും കോടതിയിലുണ്ടാകും. ഇതിനു ശേഷമാകും മോചനത്തിനുള്ള കോടതിയുടെ ഉത്തരവുണ്ടാവുക. ഈ നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മോചനത്തിനുള്ള ഉത്തരവ് ഏത് സമയവും പ്രതീക്ഷിക്കാമെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചു. ഉത്തരവ് വന്നാൽ 18 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അബ്ദുറഹീം മോചിതനാകും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ എംബസിയുടെയും സഹായത്തോടെ നാട്ടിലെത്താനുള്ള സാഹചര്യമൊരുക്കുകയും ചെയ്യും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വർഷങ്ങൾക്ക് ശേഷം അബ്ദുൽ റഹീം നാട്ടിലെത്തുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഒപ്പം അബ്ദുൽ 24 ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ആ ഫണ്ട് റേസിംഗ് സമയത്തൊക്കെ വളരെ കൃത്യമായി തന്നെ ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിയും ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമുക്കുണ്ട് സന്തോഷം, അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ അലോസരപ്പെടുത്തിയ വാർത്തകളും ചിലതൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതൊന്നും അറിയണ്ടേ, അലോസര വാർത്തകൾ. സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു. ഒരു പഞ്ചായത്തിൽ 2 റേഷൻ കടയിൽ മാത്രം മണ്ണെണ്ണ നൽകും. മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ലെന്ന റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി. റേഷൻ കടകളെ നശിപ്പിക്കാനുള്ള തീരുമാനമെന്നും സമിതി. തൃശൂരിൽ പോലീസ് വാഹനമിടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ യുവതിക്കെതിരെ കേസെടുത്ത് പോലീസിന്റെ വിചിത്ര നടപടി. അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ യുവതി ആഴ്ചകളോളമായി കിടപ്പിൽ. ചികിത്സാ ചെലവ് വഹിക്കാമെന്ന ഉറപ്പ് പാലിക്കാതെ പോലീസ് കേസെടുത്തത് ആശുപത്രി ചെലവ് നൽകാത്തത് ചോദ്യം ചെയ്തതിന്. ഡൽഹിയിൽ 16-കാരൻ വെടിയേറ്റു മരിച്ചു. വെടിവെച്ചത് ഇരുചക്രവാഹനത്തിലെത്തിയ 2 പേരെന്ന കുട്ടിയുടെ സഹോദരൻ. പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം പാറശാലയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചെന്ന പരാതി. ചെരുവാർക്കോണം സ്വദേശി ബിബിനാണ് മർദ്ദനമേറ്റത്. സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. നമ്മുടെ ജനങ്ങളെ ഒന്ന് ആശങ്കയിലാഴ്ത്തി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കാനായി തോന്നിയൊരു വാർത്ത എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു എന്ന വാർത്തയാണ്. അത് പല രീതിയിൽ ജനങ്ങളെ ബാധിക്കാവുന്ന ഒരു വിഷയമാണ്. ഒരു പഞ്ചായത്തിലെ 2 റേഷൻ കടകളിൽ നിന്ന് മാത്രമേ ഇനി മണ്ണെണ്ണ വിതരണം ചെയ്യൂ. ഇത് സംബന്ധിച്ച് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കില്ല എന്നാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കാനാണ് വിതരണം പരിമിതപ്പെടുത്തുന്നതെന്നാണ് സർക്കാർ വാദം. ഒരു പഞ്ചായത്തിലെ 2 റേഷൻ കടകൾ വഴി മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ മതിയെന്ന പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ നിർദ്ദേശം നൽകി. 3 മാസത്തിലൊരിക്കൽ മാത്രം മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ കടകൾ വഴി മണ്ണെണ്ണ വിതരണം ചെയ്യും. ഇതാണ് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഉത്തരവെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു. 1-2 കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ പോർട്ടബിലിറ്റി സംവിധാനം ഉള്ളതുകൊണ്ട് ഈ കടകളിൽ നിന്ന് തന്നെ റേഷൻ സാധനങ്ങൾ വാങ്ങും. മറ്റ് റേഷൻ കടകളിൽ വിതരണം കുറയുകയും ചെയ്യും. മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കാനാകില്ലെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. റേഷൻ വ്യാപാരികളുമായി കൂടിയാലോചിച്ച ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്നാണ് ആവശ്യം. സർക്കാർ തീരുമാനത്തിനെതിരെ AITUCയും രംഗത്ത് വന്നിട്ടുണ്ട്. റേഷൻ കടകളെ 2 തട്ടിലാക്കുന്നതാണ് ഉത്തരവെന്ന് AITUC ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതത്തിൽ വരുത്തിയ കുറവ് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് ആ രീതിയിൽ മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തും എന്നതാണ് പുതിയ വാർത്ത. അതിലിപ്പോൾ എങ്ങനെയാണ് ഇനി പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും.
കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലേഖ ജയൻ പറയുന്നു ചുന്ദരമണികളുടെ പാട്ട് കലക്കി. താങ്ക് യു. അനു പീറ്റർ പറഞ്ഞു ഹായ്, വാച്ചിങ് ഫ്രം ബഹ്റൈൻ, നൈസ് സോങ് സെലക്ഷൻ ആൻഡ് ഗുഡ് സിംഗിങ് ബോത്ത് ഓഫ് യു. പിന്നെ പറയുന്നു ഷഫീർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെയൊക്കെ വിളിക്കുന്നുണ്ട്, അവരെല്ലാവരുടെ അടുത്തും വരാൻ പറയുന്നുണ്ട്. ഷാജി പോയിൽ പറയുന്നു വാർത്തയൊക്കെ ഞങ്ങൾ ഇന്ന് കേട്ടതാണ്, കമന്റ് വായിക്കും മക്കളെ, ഞങ്ങൾ പോകണോ ഇറങ്ങി എന്ന് ചോദിക്കുന്നു ഷാജി പോയിൽ. ചേട്ടാ അങ്ങനെ ചെയ്യരുത്, നമ്മൾ കമന്റ് ഒക്കെ വായിക്കും, പക്ഷേ വാർത്തകളെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. വാർത്തകൾ കൃത്യമായി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് പോവാം. മോഹൻ പറയുന്നുണ്ട് ഹായ് പ്രസിഡന്റ് പ്രവിത, ഐ നെവർ മിസ് യുവർ പ്രോഗ്രാം വിച്ച് ഈസ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എവറി ഡേ, കീപ് ഇറ്റ് അപ്പ്, സോങ് സൂപ്പർ, താങ്ക് യു. അനു പീറ്റർ അല്ലേ? മോഹൻ പറയുന്നു ഞങ്ങളുടെ കമന്റ് എന്തെങ്കിലും വായിക്കുന്നുണ്ടോ, ഞാൻ പോകുന്നു, സ്റ്റാർട്ട് ചെയ്ത് 18 മിനിറ്റായി ഒരു കമന്റ് പോലും വായിച്ചിട്ടില്ല എന്ന ഒരു പരിഭവമാണ് അനു പീറ്റർ പങ്കുവെക്കുന്നത്. വായിച്ചല്ലോ. ജോർജ് കെ ജെ പറയുന്നുണ്ട് എനിക്കുള്ള ഉപദേശമാണ് കേട്ടോ, പ്രവിത കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുക, പാട്ട് നന്നാവുന്നു. പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ സമയമില്ല കേട്ടോ, നമ്മളിങ്ങനെ ഒന്നാണ് ഒപ്പിച്ചൊപ്പിച്ച് ഇങ്ങനെ പോവാണ്. ഞങ്ങൾക്ക് നന്നായി ബോറാകുന്നുണ്ട് ഈ വാർത്തകൾ, രാവിലെ മുതൽ ഇന്ന് തന്നെ കണ്ട് മടുത്തു എന്ന് മിനി ബാബു പറയുന്നു. വാർത്തകൾ കാണാത്ത ആൾക്കാരുമുണ്ട് മിനി ചേച്ചി, അപ്പം അവരിലേക്കാണ് ഈ വാർത്തകൾ എത്തിക്കുന്നത്. ഒരു ദിവസം പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വാർത്തകളൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കണ്ടേ? അപ്പോൾ അതാണ്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്, നമ്മൾ ആ കമന്റ്സിലേക്ക് വരാം. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ തുടരുകയാണ് ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. ഓക്കെ, അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും സെഗ്മെന്റുകളും ബാക്കിയുണ്ട്, അതിലേക്കൊക്കെ വരാം. പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ പാട്ടിനെ കുറിച്ച് ഇപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ പാട്ടുകൾ പാടുന്ന വലിയ ലിസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യമാണ്. അതിനകത്ത് നമുക്ക് ഓക്കെ ആയി തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് പാടാൻ പറ്റുന്ന നമുക്ക് തോന്നുന്ന പാട്ടുകൾ ചൂസ് ചെയ്യും, അറിയുന്ന പാട്ടുകൾ നമ്മൾ ചൂസ് ചെയ്യും. എന്നാൽ നല്ല കാര്യമാണ് നമ്മൾ, കാരണം നമുക്ക് എല്ലാ ദിവസവും ടെൻഷനാണ് ഇന്ന് ഏത് പാട്ട് സെലക്ട് ചെയ്യണം. അപ്പം അങ്ങനെ നിങ്ങളുടെ സജഷൻസ് വരികയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലേ? നമുക്ക് പൊൻവീണയൊക്കെ പാട്ട് പറയുന്നുണ്ട്, അത് നമ്മൾ വേറൊരു ദിവസം അല്ലാണ്ട് തന്നെ പാടാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഡോക്ടറിൻ. ഇന്നത്തെ പനിക്കേസുകൾ ഇന്നലെ അപേക്ഷിച്ച് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും 11 പനിമരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 11 പനിമരണമുണ്ട്. എന്നാലും പനി ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. എന്നാലും പനിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് അസുഖങ്ങൾ നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോളറ കേസുകൾ കൂടുന്നു എന്നുള്ളതാണ്. അതെ, ഇന്ന് തിരുവനന്തപുരത്ത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഛർദിയും വയറിളക്കവും ഒക്കെ വന്ന് ധാരാളം വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ് ചിലപ്പോൾ ഈ കോളറയൊക്കെ ജീവന് പോലും ഭീഷണിയായി മാറുന്നത്. അപ്പോൾ അതിന് ഒരു വലിയ ആശ്വാസമാണ് ഈ ഓറൽ ഡീഹൈഡ്രേഷൻ ലായനി അഥവാ നമ്മുടെ ORS. അതെ, എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗമെന്നും ഇനി ORS ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ അറിയണ്ടേ? ഡോക്ടർ സൗമ്യ സരൻ എത്തുന്നു, നിങ്ങൾക്കിത് പറഞ്ഞുതരാം. നമ്മുടെ സംസ്ഥാനത്തെ കോളറ അടക്കമുള്ള വയറിളക്ക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. പണ്ടൊക്കെ ഈ കോളറയും വയറിളക്കവും ഒക്കെ ധാരാളം ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണമായിരുന്നു. ഒരു മരുന്നിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിക്കാനും ഈ നിർജ്ജലീകരണം പ്രിവെന്റ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അഥവാ ORS ലായനി. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന സോഡിയം, പൊട്ടാസ്യം എന്നീ ധാതു ലവണങ്ങളെ റിപ്ലനിഷ് ചെയ്യാനാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്. സോ നമ്മൾ എല്ലാവരും വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു പൗഡറാണിത്. 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കിത് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു 200 ml അതിനുള്ള ചെറിയ പൗഡർ പാക്കറ്റും വലിയ പൗഡർ പാക്കറ്റും ഇന്ന് വിപണികളിൽ ലഭ്യമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ അതില്ല എന്ന് വെക്കുക, നമുക്കൊരു ഛർദി, അതിസാര, വയറിളക്ക രോഗമൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പഞ്ചസാരയും ഉപ്പും ഉപയോഗിച്ചിട്ട് നമുക്കിതിന് തത്തുല്യമായ ഒരു ലായനി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക, അതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാര ഇടുക, 1/2 ടീസ്പൂൺ ഉപ്പിടുക. അത് നല്ലപോലെ ഇളക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാം. ഇനി ഇതേ സംഭവം 1 ലിറ്റർ വേണ്ട, നിങ്ങൾക്ക് 200 ml ഒരു ചെറിയ ഗ്ലാസ്സിൽ മതി എന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലേക്ക് 200 ml തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഒഴിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇടുക. അതും നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കും. സോ ORS ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡീഹൈഡ്രേഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാവുന്ന ഈ ഒരു ലായനി എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. പറ്റുമെങ്കിൽ എല്ലാവരും, അതായത് ORS ആണ് ഇതിനും ഇത്രയും ഫാർ ബെറ്റർ ആയിട്ടുള്ള സംഭവം, അത് പറ്റുമെങ്കിൽ എല്ലാവരും വീട്ടിൽ കരുതുക, ഇല്ലെങ്കിൽ ഈ ഒരു ചെറിയ പൊടിക്കായി ഉപയോഗിക്കാം. യെസ്, അപ്പം ORS എന്താണ്, ORS ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? പലർക്കും അറിയുന്ന കാര്യമാണ്. അത് കുറച്ചുകൂടെ ശാസ്ത്രീയമായി അതിന്റെ കൃത്യമായ അളവ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു തരികയും ചെയ്തു. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, അതിലേക്ക് പോകാൻ തോന്നുന്നു. എറണാകുളം ഇടയാർ വ്യവസായ മേഖലയിലെ CG ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനം വീണ്ടും പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിയതായി ആരോപണം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഫാക്ടറിയിൽ പരിശോധന നടത്തി. DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ്റെ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാണയിൽ കൂടി വീണ്ടും പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 7-ാം തീയതി ക്ലോഷർ ഓർഡർ കൊടുത്ത CG ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ അതേ കമ്പനിയുടെ അതേ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഇന്നും ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ കൂടുതൽ പരിശോധന നമ്മൾ ഉൾപ്പെടെ കയറി നടത്തിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ 3 വലിയ അണ്ടർഗ്രൗണ്ട് ടാങ്കുകൾ ഇവിടെ പണിതിട്ടിട്ട് അതിനകത്ത് സ്റ്റോക്ക് ചെയ്തേക്കാണ്. അതിനകത്ത് പല പമ്പുകളും ഉണ്ട്. ആ വഴി രാത്രി കാലത്ത് മഴ കൂടി സമയം കൂടി ആകുമ്പോൾ, മഴ ഇല്ലാത്തപ്പോഴും ഒഴുക്കാറുണ്ട് ഇവർ. ഈ അടിയിൽ കൂടിയുള്ള ഈ റോഡിൻ്റെ DICയുടെ റോഡിൻ്റെ അണ്ടർഗ്രൗണ്ട് വഴി ഒരു കുടൽ DICയുടെ കാണയിലേക്ക് ഇട്ടിട്ട് ആ വഴി പെരിയാറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. പ്രത്യേകിച്ച് പെരിയാറിന്റെ മത്സ്യസമ്പത്ത് മുഴുവൻ ചത്തൊടുങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു. അത് മാത്രമല്ല, ഈ വെള്ളം ഉപയോഗിക്കുന്നവർക്കും ഇത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതെ, എന്തെല്ലാം മീൻകുരുതി അന്ന് നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങൾ. അപ്പോൾ അതിന് ഒരു പരിധിവരെ കാരണമായത് പെരിയാറിൽ ഉണ്ടായിരിക്കുന്ന വിഷത്തിന്റെ അംശമാണ്, രാസമാലിന്യത്തിന്റെ അംശമാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ നിന്ന് വന്നിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത്. അതിൽ അധികൃതർ ഇടപെടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു കോളറിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കോളറിലേക്ക്. വളരെ അടുത്താണോ? വളരെ അടുത്തല്ല, കുറച്ച് ദൂരെ നിന്നാണ്. കുറച്ചത് അധികം ദൂരമാണ്. മാഞ്ചസ്റ്ററിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ പ്രേക്ഷക നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നത്. ഹായ് ഒബി. ഒബി ഹായ് ഒബി. എന്തുണ്ട്? ഹായ് പ്രജീത്, പ്രജീത. യാ ഹായ്. നല്ല പാട്ടാ കേട്ടോ നിങ്ങളുടെ. നല്ല പാട്ട്. Especially a red dress is very beautiful. അപ്പൊ എന്റെ യെല്ലോ ഡ്രസ് അത്ര പോരെന്നാണോ? അത് ഇച്ചിരി കളർഫുൾ ആകാം. ഓക്കെ, ചുമ്മാ പറഞ്ഞ പേര്. ആക്ച്വലി പ്രൊഡ്യൂസർ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്ന് ഒബി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒബിയാണോ ടോബിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു. അല്ല, ലേഡിയാണ് ഒബി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ പേര് ഒബി? ഡിഫറെന്റ് നെയിം. ഒബി എന്ന് പറഞ്ഞാൽ O for my mummy's name ഓമന, B for papa's name ബാബു. OBY അവരുടെ സബ് നെയിം ആണ്. And they are listening to you right now. എവിടെയാണ്? പപ്പായും മമ്മിയും നോയിഡയിലാ. ഓക്കെ, അവിടെ നിന്ന് കാണുന്നുണ്ടല്ലേ? അപ്പൊ അതും സന്തോഷമാണ്. അവിടെ നിന്ന് കാണുന്നുണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡും പിള്ളേർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അവരിന്ന് ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി ദേ നോട്ട് ഹിയർ. പക്ഷെ ഒരാളുണ്ടല്ലോ കൂടെ. ഒരു മിടുക്കനുണ്ടല്ലോ അവിടെ. മോനുണ്ടല്ലേ? മോന്റെ പേരെന്താ? ഹായ് ജുവൽ. ക്ലിയർ ആയില്ല. മോൻ ഒന്നുകൂടെ പറയോ? ഹായ് പറ. ഹായ്. ഹായ്. You are studying? ഏത് ക്ലാസ്? ഗ്രേഡ് 7 ആണ്. ഗ്രേഡ് 7. ഫൈൻ. പുറത്തെവിടെയോ ആണോ? അങ്ങനെ തോന്നുന്നുണ്ട്, എനിക്ക് അത്ര ക്ലിയർ ആവുന്നില്ല. പുറത്തെവിടെയോ ആണോ? അല്ലല്ല, വീട്ടിൽ തന്നെയാ. എന്താന്ന് അറിയത്തില്ല, മേ ബി ടിവിയും വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ. നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂസ് എനിക്ക് തോന്നുന്നതിനിടയിൽ. ഓക്കെ, എനിവേ നാട്ടിലേക്ക് വരാറുണ്ടോ? സോ ഗ്ലാഡ് കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ. നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയ സന്തോഷം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുക, അവരുടെ അഭിപ്രായം കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. നിങ്ങളുടെ പാട്ട് ഒത്തിരി നല്ലതാ. നിങ്ങൾ രണ്ടുപേരും പറ്റുമെങ്കിൽ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഏത് പാട്ടാണ്? എന്റെ അമ്മയെ ഒന്ന് കാണാൻ, നമ്മളിലെ പാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര നാളായി ഞാൻ നിനച്ചു, കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുറങ്ങൊരു താരാട്ട്, എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ട്. സന്തോഷം സംസാരിക്കും. തുടർന്നും 24 കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. തുടരുക, ഷോ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഒബി. അങ്ങനെ വ്യത്യസ്ത നാമധാരിയായ ഒബിയുമായി സംസാരിക്കാൻ പറ്റും. മാഞ്ചസ്റ്ററിൽ. അപ്പൊ നമുക്ക് അടുത്തൊരു കഥ കേട്ടാലോ? നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുന്നത് നമ്മുടെ പ്രിയ പ്രേക്ഷക കീർത്തന കേശവൻ. ഹലോ പ്രജിൻ ചേട്ടൻ ആൻഡ് പ്രവിത ചേച്ചി എന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കീർത്തന കേശവൻ മികച്ച നമ്മുടെ ഒരു നല്ല പ്രേക്ഷക കൂടിയാണ്, ഒപ്പം നമ്മുടെ ഷോയുടെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. ഇന്ന് ആൾ വന്നിട്ടില്ല, പക്ഷെ നമ്മുടെ ഷോ കാണുന്നുണ്ട്. നമുക്ക് കമന്റ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഷോയെ കുറിച്ചുള്ള നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഷോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് എന്താണ് പറയുക, കമന്റ് ബോക്സിലും നമ്മുടെ വാട്സാപ്പിലൊക്കെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത കഥയിലേക്ക് പോകുന്നു. നാട് വിറപ്പിച്ചിരുന്ന 2 കള്ളന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മല കാണാൻ ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. അതായത് പാലക്കാട് തൃശ്ശൂർ അതിർത്തിയിലുള്ള ഒരു സ്ഥലത്തേക്ക്. കല്ലിങ്ങൽ പാടത്താണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന ഈ മലയ്ക്ക് പിന്നിൽ രസകരമായ ചില കഥകളുണ്ട്.
ഈ മലയടിവാരത്തൊക്കെ കൂടി കടന്നു പോയിരുന്ന വ്യാപാരികളെയും പണക്കാരെയും ഒക്കെ കൊള്ളയടിച്ചിരുന്ന മോഷ്ടാക്കളുടെ കൊട്ടാരമാണ് പിന്നീട് ഈ കള്ളക്കുന്ന് എന്ന് പറയുന്ന ഈ മലയായി മാറിയത് എന്ന് പറയുന്നു. ഇന്നും കുട്ടികളെ പേടിപ്പിക്കാനായി ഈ കഥ ഒരു മുത്തശ്ശിക്കഥ എന്ന പോലെ പറയാറുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കഥ, എന്താണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നല്ലൊരു കഥാകാരനാണ് നിഖിൽ പ്രമേഷ്. കഥ പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ കാണുന്നത് കള്ളക്കുന്ന് മല. ഈ മലയ്ക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം നാട്ടിലെ പ്രസിദ്ധരായിരുന്ന 2 കള്ളന്മാരാണ്. അവരുടെ ഒളിസങ്കേതമായിരുന്നു ഒരു കാലത്ത് ഈ നാടിൻ്റെ പേടി സ്വപ്നമായിരുന്ന കള്ളന്മാരുടെ പേരിൽ എങ്ങനെയാണ് ഈ മലയുണ്ടായതെന്ന് നമുക്ക് അവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചേങ്കണ്ണനും പീരുവും രണ്ടുപേരും ഒളിച്ചു താമസിച്ചിരുന്ന ഇടം പിന്നീട് കള്ളക്കുന്ന് മല എന്ന് അറിയപ്പെട്ടു. ആ മലയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. സ്വകാര്യ ഭൂമിയും പിന്നീട് ഈ വനമേഖലയും ഒക്കെ കടന്നു വേണം ആ കുന്നിലേക്കെത്താൻ. അവിടെ ഒരു ഗുഹയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അങ്ങനെ ഒടുവിൽ പ്രയാസപ്പെട്ട് നമ്മൾ ഈ ഗുഹയ്ക്കകത്ത് എത്തിയിരിക്കുകയാണ്. നാട് വിറപ്പിച്ചിരുന്ന 2 കള്ളന്മാർ ഒരു കാലത്ത് അവരുടെ താവളമാക്കിയിരുന്ന ഗുഹ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ മോഷണ മുതലൊക്കെ ഒളിപ്പിച്ച് വെക്കാനൊക്കെ പറ്റുന്ന നല്ല സൗകര്യമുള്ള വിശാലമായിട്ടുള്ള ഗുഹയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു ഗുഹ എന്നുള്ളതാണ് ചരിത്ര അന്വേഷകരൊക്കെ പറയുന്ന കാര്യം. കള്ളക്കുന്നാണ് ഈ കുന്നിൻ്റെ പേര്. അത് ഫോറസ്റ്റിൻ്റെ നമ്മുടെ മണിമല എസ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്ന് ഫോറസ്റ്റിലേക്ക് കയറി നല്ലൊരു കയറ്റം കയറി വന്നു കഴിഞ്ഞാലാണ് ഈ ഗുഹയിലെത്തുക. ഇവിടെ സത്യത്തിൽ 2 കള്ളന്മാർ താമസിച്ച് എന്നാണ് എൻ്റെ അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു. പീരു, ചേങ്ങണ്ണ എന്ന പേരുള്ള 2 കള്ളന്മാർ. അവരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷിക്കാരെ അതുപോലെ തന്നെ കച്ചവടത്തിനായിട്ട് ആ സമീപ ജില്ലകളിൽ പോകുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുകയും അവരുടെ മുതൽ തട്ടിയെടുക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ്റെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചു കുതിരാൻ. ആ ഉദ്യോഗസ്ഥൻ ലിഫ്റ്റ് കൊടുത്ത് കുതിരാൻ കയറ്റം കയറുമ്പോൾ ഇയാളെ വധിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭാണ്ഡക്കെട്ട് വെച്ചു. അപ്പോൾ ഇയാൾ ഗ്ലാസ്സിൽ കൂടെ ഈ ഭാണ്ഡക്കെട്ടിൽ ഈ കൈയും ചെവിയെല്ലാം കണ്ടു. അപ്പോൾ അയാളത് തന്ത്രപരമായിട്ട് ഭാര്യനെ അറിയിച്ചില്ല. വളരെ വണ്ടി ഓഫ് ചെയ്തിട്ട് പറഞ്ഞു വണ്ടി നിന്നുപോയി, വണ്ടി തള്ളണമെന്ന് പറഞ്ഞു. വണ്ടി തള്ളാൻ വേണ്ടി ഇവർ ഇറങ്ങിയപ്പോൾ ഇയാൾ വണ്ടി വിട്ട് നേരെ അന്ന് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരായി. ഈ കെട്ടുകൾ അവിടെ ഏൽപ്പിച്ചു. അന്ന് മുതൽ ഇങ്ങനെ അന്വേഷണം തുടങ്ങി. പിന്നെ ഇവരെ പാചകം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇവർ ആയുധങ്ങൾ ഉണക്കാൻ വെച്ച സമയത്ത് ഇവർ വിട്ടുകൊടുത്ത്. അങ്ങനെ പോലീസ് പിടിക്കുകയായിരുന്നു. അപ്പോൾ കള്ളക്കുന്ന് മലയുടെ കഥകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇതിൽ സത്യവും മിഥ്യയും ഒക്കെ ഉണ്ട്. നാട്ടുകാരെന്തായാലും ഈ നാട് ഒന്നടങ്കം വിശ്വസിക്കുന്ന ഒരു കഥയാണിത്. പുതിയ തലമുറയൊന്നും ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളില്ല. എന്തായാലും ഒരു കാലത്ത് ഈ നാടിനെ വിറപ്പിച്ചിരുന്ന 2 കള്ളന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ നാട്, ഈ മല ഇപ്പോൾ അറിയപ്പെടുന്നത് അവരുടെ പേരിലുമാണ്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഇതിൽ നിഖിൽ പ്രമേഷിനെ കുറിച്ച് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഷൈനി ചോദിക്കുന്നു, നിഖിൽ പ്രമേഷിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കുമോ? തോമസ് കുട്ടി പറയുന്നു, പ്രജൻ നിഖിൽ ഒരു നല്ല സിംഗർ ആണ്. തീർച്ചയായിട്ടും ആണ്. എത്രയോ തവണ നമ്മുടെ ഫ്ലോറിൽ പാടിയിട്ടുണ്ട്, നമ്മുടെ എന്താണ് സ്റ്റോറികളിൽ പാടിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി സംസ്ഥാന സമ്മേളനത്തിൽ പാടിയിട്ടുണ്ട്. നിഖിലൊരു പ്ലേബാക്ക് സിംഗർ ആണെന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അല്ലേ? നമ്മൾ പറയേണ്ട ആവശ്യമില്ല, പ്രേക്ഷകർക്ക് അറിയാം. നിങ്ങൾക്കറിയോ നിഖിൽ പ്രമേഷ് പാടിയ പാട്ട് ഏതാണെന്ന്? നിഖിൽ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതെ, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അറിയാം എന്ന് നോക്കട്ടെ. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സസ്പെൻസ് വിളിക്കാം. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യും നിഖിൽ പ്രമേഷ് പാടിയ ആ സിനിമയിലെ പാട്ട് ഏതാണെന്ന്. അതോടൊപ്പം പ്രജന്റ് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപാട് പേര് ശരി ഉത്തരം പറയുന്നുണ്ട് അല്ലേ? ആദ്യം പറഞ്ഞത് ആമിനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പാട്ട് മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടോ, അതും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയി ചേർന്ന് പോകുന്ന യാത്രയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാട്ട് ഒരിക്കലെങ്കിലും പാടി കാണും. അതായത്, ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു, 2ാം നാളുല്ലാസ യാത്ര പോയപ്പോൾ എന്ന് പോകുന്ന ആ ഗാനമാണ് നിഖിൽ പ്രമേഷ് സിനിമയിൽ പാടിയത്. അപ്പം അതാണ് നിഖിലിന്റെ വിശേഷം. ഇനി പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ മോർ സോങ് ജോയൽ 10 പറയുന്നുണ്ട്.
അബ്ദുൽ ഗഫൂർ പറഞ്ഞു നിങ്ങളുടെ വെറൈറ്റി ന്യൂസ് ഒരുപാട് ഇഷ്ടം തോന്നി എന്ന് പറയുന്നുണ്ട്. ട്രിവാൻഡ്രം KL01 ഗുഡ് മോർണിംഗ് വിത്ത് SK പാരയാകുമോ ഗുഡ് നൈറ്റ് വിത്ത് പ്രസിഡന്റ് പ്രവിത എന്ന് ചോദിക്കുന്നുണ്ട്. ജലീൽ PM പൂവച്ചലാണ്. തിരുവനന്തപുരം ഖത്തർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അതൊരിക്കലും അത് രണ്ടും രണ്ട് സമയമാണല്ലോ. അപ്പം പ്രേക്ഷകർ ഇത് രണ്ടും കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അരുൺ ജി മുട്ടട പറയുന്നു തിരുവനന്തപുരത്ത് പരുത്തിപ്പാറയിൽ തട്ടുകടകളുടെ സംസ്ഥാന സമ്മേളനമാണ് എന്ന് പറയുന്നു. MG കോളേജിന്റെ 1ാം ഗേറ്റ് മുതൽ 2ാം ഗേറ്റ് വരെ നിരനിരയായി തട്ടുകടകളുണ്ട്. വ്യത്യസ്തമായ രുചികളും ഒക്കെ ഉണ്ട് അവിടെ. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കുമായിട്ടാണ് അരുൺ ജി മുട്ടട ഈ വിവരം പങ്കുവെക്കുന്നത്. അപ്പം നിങ്ങൾ അത്തരം വിവരങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാവുന്ന ഇടം കൂടിയാണ്. അതിനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാം. ട്രെൻഡിങ് വൺ പറയുന്നു ഈ പ്രോഗ്രാം കൊള്ളാമല്ലോ എന്ന്. എനിക്ക് തോന്നുന്നു ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നതെന്ന്. ലേഖാജൻ പറഞ്ഞതാണ് 24-ലെ മുത്തുമണികൾ ഇങ്ങനെ വേണം പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞ പാട്ട് പാടി എന്ന്. മാങ്കോടിന്റെ ഒരു മെസ്സേജ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നാളെ സൗദിക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വായിച്ചു തുടങ്ങിയത്. ഞാൻ നാളെ സൗദിക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിഷ് ചെയ്യാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ട് താഴെ വീണ്ടും പറയുന്നത് ജോലി തേടിയോ വിസിറ്റിംഗ് വിസയ്ക്കോ അല്ല, ഒന്ന് വീഡിയോ കോളിൽ നിങ്ങൾക്കൊപ്പം ചേരാൻ വേണ്ടിയാണ്. നാട്ടിൽ നിന്ന് വിളിക്കുന്നവരെ മൈൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു സജി മാങ്കോട്. സൂപ്പർ മെസ്സേജ്. പ്രേക്ഷകർക്കൊരു അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഈ പുറത്തുനിന്നുള്ള കോൾസ് മാത്രമേ കണക്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുന്നതാണ്, നമ്മളായിട്ടൊന്നും ചെയ്യുന്നതല്ല. അപ്പം പ്രേക്ഷകർ വിളിക്കുക നിങ്ങളുടെ കണക്ടിവിറ്റി എത്രത്തോളം നല്ലതാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ഇവിടേക്ക് കണക്ട് ആവുന്നത് എന്നുകൂടി ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ QR കോഡ് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. അതാണ് QR കോഡ്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലോട്ട് വരും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കോൾ കണക്ട് ആവും. അതൊരു സൂം ലിങ്ക് ആണ്. ആ സൂം ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് നല്ലൊരു സ്റ്റഡി ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത്, അതായത് ക്യാമറ സ്റ്റഡിയായി വെച്ച് നല്ല വെളിച്ചമുള്ളൊരു റൂമിലോ ഒക്കെ ഇരുന്ന് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കോൾ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നേരിട്ട് സ്ക്രീനിലേക്ക് എത്തി നമുക്ക് വിശേഷങ്ങൾ നേരിട്ട് പറയാം. ഓക്കെ. സെറയുടെ ഒരു കമന്റും കൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ചേട്ടനോട് എനിക്ക് ക്രഷ് അടിക്കുന്നു. ഏതൊരു ചേട്ടനോടാ? ഇവിടെ ഒരു ചേട്ടനല്ലേ ഉള്ളൂ. സിംഗിൾ ആണോ എന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരം പ്രജിൻസി കണ്ണൻ തന്നെ പറയണം. സിംഗിൾ അല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ഒരുപാട് കമന്റ്സ്, രസകരമായ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുറച്ച് അധികം വിശേഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ. അപ്പൊ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി സ്റ്റോറികൾ ഇതിനകം തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. അത്തരത്തിൽ രസകരമായ എന്നാൽ പ്രേക്ഷകർക്കെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. അതെ, അധികം ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ അത്ര ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലാത്തൊരിടമാണ് കൊല്ലം എന്ന് പറയാറുണ്ട്. പക്ഷേ കൊല്ലത്തെ നൈറ്റ് ലൈഫ് കളർഫുൾ ആണ്. അത് ഈ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാവും. ശ്രദ്ധയോടെ വേണം അവിടുത്തെ ആഘോഷം എന്ന് മാത്രം. കിഴക്ക് തമിഴ്നാട് അതിർത്തിയായ കോട്ടവാസൽ മുതൽ വടക്ക് ആലപ്പുഴ അതിർത്തിയായ ഓച്ചിറ വരെ നീളുന്നതാണ് കൊല്ലം ജില്ല. രൂപീകരണത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന കൊല്ലം ജില്ലയ്ക്ക് മനുഷ്യൻ്റെ പരിണാമകാലത്തോളം പഴക്കമുണ്ടെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ഒരുപാട് സൗന്ദര്യമായ ഇടങ്ങൾ കൊല്ലത്തിൻ്റെ ഓരോ ഇടങ്ങളിലും, കൊല്ലത്തിൻ്റെ ഓരോ മൂലകളിലും നമുക്ക് ദർശിക്കാം. പക്ഷേ അത്തരം രാത്രി സഞ്ചാരത്തിന് പറ്റിയ ഇടങ്ങളുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴായി ഉയർന്നു വരാറുണ്ട്. അത്തരമൊരു യാത്രയിലേക്കാണ് ഈ പ്രേക്ഷകരുടെ സംശയങ്ങൾ തീർക്കാൻ കൊല്ലത്തിൻ്റെ രാത്രികാല അനുഭവങ്ങളിലേക്ക്. ഇബ്നു ബത്തൂത്ത മുതൽ മാർക്കോ പോളോ വരെയുള്ള ലോക സഞ്ചാരികളുടെ പ്രിയപ്പെട്ട പട്ടണമായിരുന്നു കൊല്ലം. നൂറ്റാണ്ടുകളായി സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനും പ്രകൃതി ഭംഗിക്കും പേരുകേട്ട നാട്. കാടും കായലും ബീച്ചുകളും കടൽ രുചികളുമെല്ലാമായി കൊല്ലം ഇന്നും സഞ്ചാരികളുടെ പ്രിയ ലൊക്കേഷനുകളിൽ ഒന്നായി തുടരുന്നു. കൊല്ലം പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന തങ്കശ്ശേരി ബീച്ച് ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റിൽമെന്റാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ തെളിവുകൾ കാണാൻ കഴിയുന്ന ജില്ല കൂടിയാണ് കൊല്ലം. ആശ്രമ മൈതാനത്തെ കൊട്ടാരം മുതൽ തങ്കശ്ശേരി കോട്ട വരെ ഇതിന് ഉദാഹരണങ്ങളാണ്. 3 കിലോമീറ്ററോളം നീളത്തിൽ വെള്ളി നിറമുള്ള മണൽ വിരിച്ച കടൽ തീരം മനം കവരുന്ന കാഴ്ചയാണ്. കൊല്ലത്തിന്റെ സായാഹ്നം തുടങ്ങുന്നത് കൊല്ലം ബീച്ചിലാണ്. കാഴ്ചയിൽ സുന്ദരിയാണ് കൊല്ലം ബീച്ച്. ഇവിടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, മൈൻഡ് നല്ല റിലാക്സ് ആവും. ഇപ്പോഴും ഈ സമയത്ത് ഇവിടെ വരുന്നത് 10 മണി 10:30 ആകുമ്പോൾ ഞങ്ങൾ പോകും. നല്ല നീറ്റ്നെസ് ആണ്. കോർപ്പറേഷൻ നല്ല വൃത്തിയായിട്ട് അതിനെക്കുറിച്ച് പരിപാലിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ അപകടകാരിയുമാണ് ഈ കടൽ തീരം. അപകടം പതിയിരിക്കുന്ന ചുഴികൾ ഈ കടലിന്റെ ഓരോ ഇടത്തുമുണ്ട്.
ആസ്വാദനം അതിര് വിടരുത് എന്ന് സാരം. ഒരു നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി ചുറ്റുമുള്ള കടലിന്റെയും തീരത്തിന്റെയും വിശാലമായ കാഴ്ചയും ആസ്വദിക്കാം. ബീച്ചിന് സമീപത്തുള്ള ചിൽഡ്രൻസ് പാർക്കും ഏറെ പ്രശസ്തമാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട ഇടം. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന ചൊല്ലുപോലും വെറുതെ ഉണ്ടായതല്ല. കാരണം കൊല്ലത്തിന്റെ ഓരോ ഇടങ്ങളും ഏതൊരു മനുഷ്യനെയും വല്ലാതെ സ്വാധീനിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതാണ് കൊല്ലത്തെ വിശേഷം. കൊല്ലത്ത് അങ്ങനെ രാത്രി കാലങ്ങളിൽ ഒക്കെ പോകാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ബീച്ചിലൊക്കെയാണ് കൂടുതൽ ആൾക്കാരും പോവുക. അവിടെ അധിക സമയം ചെലവഴിക്കാൻ പറ്റില്ല, കാരണം ഈ പറഞ്ഞ അപകട ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അരുൺകുമാർ. സോറി അരുൺരാജ്. അതെ, മുർഷിദ് മുസ്തഫ പറഞ്ഞു ഇറ്റ്സ് റിയലി നൈസ് ടു സീ ദിസ് ടൈപ്പ് ഓഫ് വെറൈറ്റി ഓൺ ദിസ് ചാനൽ എന്ന് പറയുന്നുണ്ട്. ഹനീഫ പറഞ്ഞു ഉറക്കം വന്നുകൊണ്ട് പ്രജന്റ് പ്രവിധിക്ക് ഗുഡ് നൈറ്റ് എന്ന് പറയുന്നു. പിന്നെ സജിത്ത് പറയുന്നുണ്ട് കേട്ടോ, ദുബായിൽ ഇരുന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. അപ്പം സ്ഥലവ്യത്യാസമില്ല എന്ന് പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അതെല്ലാം കണക്ടിവിറ്റിയുടെ ആകാനാണ് സാധ്യത. നിങ്ങൾ ഏറ്റവും നല്ല റേഞ്ച് ഉള്ളൊരു സ്ഥലത്ത് പോയിട്ട് വിളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പ്രജിയോടൊരു ചോദ്യം ചോദിക്കട്ടെ. അന്ന് സുലൈമൻ അബ്ദുൽ ഖാദർ പറയുന്നത് എന്തുകൊണ്ടാണ് മോർണിംഗ് ഷോയിൽ വരാത്തത്? ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. മോർണിംഗ് ഷോയിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ, നമ്മൾ വരാറുണ്ടല്ലോ. ഞാനായാലും പ്രവിധിയായാലും മാറി മാറിയൊക്കെ വരാറുണ്ട്. ഓക്കെ. ഹായ്, ഞാൻ റിൻസി. അടിപൊളി പ്രോഗ്രാമാണ്, ഞങ്ങളൊന്നും കാണുന്നുണ്ട് എന്ന് പറയുന്നു. ബിബിൻ പറയുന്നു നിങ്ങളുടെ പ്രോഗ്രാം അടിപൊളിയാണ് എന്ന്. പിന്നെ നമ്മുടെ ഡ്രസ്സ് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. സൂം QR കോഡ് ഒന്നുകൂടി കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സൂം QR കോഡ് ഒന്നും കൂടി പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കും. അത് അതെ, എന്നിട്ട് നിങ്ങൾ നാളെ വിളിച്ചു തുടങ്ങുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി സമയം ബാക്കിയുണ്ടോ? പ്രൊഡ്യൂസർ പറയുന്നു എനിക്ക് തോന്നുന്നു സമയം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും ഇതാണ് QR കോഡ്, ഇത് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നില്ലെങ്കിൽ നാളെയും നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. സെയിം കോഡ് തന്നെയാണ് സ്കാൻ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പം അടുത്ത റിപ്പോർട്ടിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. ജ്യോതിദേവ് എഡ്യൂക്കേഷണൽ ഫോറത്തിന്റെ 12ാമത് ആഗോള പ്രമേഹ കൺവെൻഷന് കോവളത്ത് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ 1860ഓളം ആരോഗ്യ വിദഗ്ധർ പങ്കെടുക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൗരി പാർവതി ഭായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോവളം ഉദയസമുദ്ര ഹോട്ടലിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും ശരീരത്തെ പിടികൂടാവുന്ന പ്രമേഹം എന്ന വിപത്തിനെ അകറ്റി നിർത്താനുള്ള നൂതന മാർഗങ്ങളാണ് സമ്മേളനത്തിലെ ചർച്ചകളിൽ പ്രധാനം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആരോഗ്യ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഏകദേശം 1800ഓളം ഡോക്ടർമാരാണ് പങ്കാളികളായിട്ട് എത്തുന്നത്. 166ഓളം പ്രഭാഷകർ 8 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഈജിപ്റ്റ്, അമേരിക്കയിൽ മേയോ ക്ലിനിക്കിൽ നിന്നും, UK നിന്നും, മാൽദീവ്സ്, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. രോഗികൾക്ക് വേണ്ടിയുള്ള സെഷൻസും ഉണ്ട്. ഉദാഹരണത്തിന് രോഗികൾ ഡോക്ടർമാരോട് സംസാരിക്കുന്ന സെഷൻസ് ഇതിലുണ്ട്. അമിതവണ്ണവും പ്രമേഹവും മറ്റു രോഗങ്ങൾക്ക് എങ്ങനെ കാരണമാകുന്നു? ചികിത്സാ രീതികൾ എന്തൊക്കെ? കഴിഞ്ഞ 1 വർഷം പ്രമേഹത്തിനെതിരായി ആരോഗ്യമേഖലയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രബന്ധങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രധാന ഗവേഷണ പ്രബന്ധങ്ങൾ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഡയബറ്റിസിൽ പ്രസിദ്ധീകരിക്കും. മെഡിക്കൽ രംഗത്തെ വിദഗ്ധരെ കൂടാതെ രോഗികളായവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളും ആഗോള സമ്മേളനത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു കോളർ കൂടി, ഒരു പ്രേക്ഷകൻ കൂടി നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുന്നത് ദുബായിൽ നിന്നാണ്. ശ്രീരാജ്. ഹായ് ശ്രീരാജ്. ഹായ് ശ്രീരാജ്. ഹായ്. നമ്മുടെ കമന്റ് ബോക്സിൽ എന്ന് വരാനുള്ള ശ്രീരാജ് ആണോ ഇത്? അല്ലല്ല, ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ വിളിക്കുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, സന്തോഷം. അപ്പോ ഇപ്പൊ അവിടെ ദുബായിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എത്ര വർഷമായി ദുബായില്? ഞാനിപ്പോ ഒരു 12 വർഷം കഴിഞ്ഞു. 24 ചാനൽ എത്ര നാളായി കാണുന്നു? തുടക്കം മുതലേ കാണാറുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം പ്രേക്ഷകനാണ്. ഫാമിലിയൊക്കെ? അതെ, ഫാമിലി ഇവിടെ ഇല്ല. നിങ്ങളെ ഫ്രണ്ട്സ് ആണോ ഒരുമിച്ച് താമസിക്കുന്നത്? ബാച്ചിലർ റൂം ആണോ? അതെ. എത്ര പേരുണ്ട്? റൂമിൽ എത്ര പേരുണ്ട്? നമ്മുടെ റൂമിൽ 4 പേരുണ്ട്. മലയാളികളാണോ 4 പേരും? 4 പേരും മലയാളികളാണ്. ഓക്കെ. അപ്പൊ ശ്രീരാജ്, നമുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം ശ്രീരാജിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഞാൻ കൊട്ടാരക്കരക്കാരനാണ്. ഞാനിപ്പോ നമ്മുടെ കൊല്ലം ജില്ലയുടെ വാർത്ത അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. കടലിൽ മാത്രമല്ല
ജടായുപ്പാറയുണ്ട്, ഗണപതി ക്ഷേത്രമുണ്ട്, തെന്മലയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് വരും ദിവസങ്ങൾ നമ്മൾ കൊടുക്കും തീർച്ചയായിട്ടും ശ്രീരാജ്. അപ്പൊ അത് സങ്കടം വേണ്ട കേട്ടോ. അപ്പൊ വിളിച്ചത് നന്ദി ശ്രീരാജ്. ഇനി വീണ്ടും കാണുക ഷോ, വീണ്ടും ഇതുപോലെ കോൾ ചെയ്ത് നമ്മൾ സംസാരിക്കാം. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പം ശ്രീരാജാണ് ദുബായിൽ നിന്ന് ഇപ്പോൾ നമ്മളെ വിളിച്ചത്. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. യെസ്, അവസാന ഘട്ടത്തിലേക്ക് വരുന്നു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകളിലെ മികച്ച വിജയം ആഘോഷമാക്കാൻ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ജൂലൈ 13 നടക്കുന്ന എഞ്ചിനീയറിംഗ് വിക്ടറി ഡേ ആഘോഷത്തിൽ 3000-ഓളം പേർ പങ്കെടുക്കും. ഈ വർഷത്തെ JEE അഡ്വാൻസ്ഡ്, JEE മെയിൻ, കേരള എഞ്ചിനീയറിംഗ്, കുസാറ്റ്, ഐസർ ഉൾപ്പെടെയുള്ള വിവിധ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ബ്രില്യന്റ് ആദരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ ഡയമണ്ട് ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി. കേരളത്തിലെ ഏറ്റവും വലിയ ഇവന്റുകളിലൊന്നായ ബ്രില്യന്റ് ടെക്കി കോൺക്വർ 2024 എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ മന്ത്രി VN വാസവൻ മുഖ്യാതിഥിയാകും. MP-മാരായ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, MLA-മാരായ മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, ചാണ്ടി ഉമ്മൻ, പ്രമുഖ IAS IPS ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം കലാരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിന്റെ ഭാഗമാകും. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ P ദേവാനന്ദിന് 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും സ്വർണ്ണ മെഡലും സമ്മാനിക്കും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് 5 ലക്ഷം, 4 ലക്ഷം, 3 ലക്ഷം എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ക്യാഷ് അവാർഡുകളും സ്വർണ്ണ മെഡലുകളും നൽകിയാണ് വിക്ടറി ചടങ്ങിൽ ആദരിക്കുക. 24 കോട്ടയം.